السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സഹപാഠികളെ, സഹപ്രവർത്തകരെ, മറ്റു ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ വിശുദ്ധ ഹദീസുകളെക്കുറിച്ച് പഠിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ഹദീസ് പഠന ക്ലാസിൻ്റെ 28ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത് ഗ്രന്ഥമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം, പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതികളും ജീവിത ചിട്ടകളും അവിടുത്തെ തിരുമൊഴികളുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അവിടുത്തെ ഹദീസുകൾ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന ഉത്തമ ബോധത്തോടു കൂടെ തന്നെ നാം അതിനെ സമീപിക്കുകയും ആ പ്രവാചകൻ്റെയും അവിടുത്തെ സ്വഹാബാക്കളുടെയും ആ മാതൃകകൾ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കി നാളത്തെ പരലോക ജീവിതം വിജയകരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇതിനുവേണ്ടി നാം കൂടുതൽ ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കുകയും ചെയ്യണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, അതിൻ്റെ ഒരു തുടക്കമെന്നോണമാണ് നമ്മൾ ഈ ഹദീസ് പഠന ക്ലാസ് തുടങ്ങി വെച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് അത് 28ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അധ്യായം 81 അധികാരം ചോദിച്ചു വാങ്ങരുത്. അതിനെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ച്, അത് ചോദിച്ചു വാങ്ങുന്നതിനെക്കുറിച്ച് പറയുന്ന ബാബ. അള്ളാഹു പറഞ്ഞു, ഭൂമിയിൽ ഉന്നതിയോ അഥവാ അഹങ്കാരമോ കുഴപ്പമോ ഉദ്ദേശിക്കാത്തവർക്കാണ് നാം പാരത്രിക ഭവനം, സ്വർഗം തയ്യാറാക്കിയിരിക്കുന്നത്. ഗുണകരമായ പര്യവസാനം സജ്ജനങ്ങൾക്കാണ്. ഖസസ് സൂറത്തിലെ 83ാമത്തെ ആയത്ത്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, എന്നോടൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദുറഹ്മാൻ, നീ അധികാരം ചോദിച്ചു വാങ്ങരുത്. ചോദിക്കാതെയാണ് നിനക്കത് ലഭിച്ചതെങ്കിൽ അതിന് സഹായം ലഭിക്കും. ചോദിച്ചു വാങ്ങിയതാണെങ്കിൽ അതുകൊണ്ട് നിന്നെ ബലമേൽപ്പിക്കും, സഹായം ലഭിക്കുകയില്ല എന്ന് സാരം. ഒരു കാര്യത്തിൽ നീ സത്യം ചെയ്യുകയും അതിനേക്കാൾ ഉത്തമം മറ്റൊന്നാണെന്ന് ബോധ്യമാവുകയും ചെയ്താൽ നീ ഉത്തമമായത് സ്വീകരിക്കുക, നിന്റെ സത്യത്തിന് പ്രായശ്ചിത്തം നിർവഹിക്കുകയും ചെയ്യുക. ബുഖാരി 13:110, മുസ്ലിം 1652 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബൂദറെ, ഭരണകാര്യത്തിൽ നിന്നെ ഞാൻ ദുർബലനായി കാണുന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ നിനക്കും ഇഷ്ടപ്പെടുന്നു. നീ രണ്ടാളുടെ പോലും ഭരണാധികാരിയാവരുത്. അനാഥയുടെ സ്വത്ത് നീ കൈകാര്യം ചെയ്യുകയും അരുത്. മുസ്ലിം 1826 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് എന്നെ ഒരു ഉദ്യോഗസ്ഥനായി നിയമിച്ചാലുമെന്ന് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു. അപ്പോൾ അവിടുന്ന് എൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, അബൂദറെ, നീ ദുർബലനാണ്, അധികാരം അമാനത്താണ്.
അർഹമായ വിധം അത് കൈകാര്യം ചെയ്യുകയും ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്യാത്തവൻ അന്ത്യനാളിൽ അത് നിന്ദതയും ഖേദവും വരുത്തിവെക്കും. മുസ്ലിം 1825 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അധികാരത്തിന് അത്യാഗ്രഹം കാണിക്കുന്നു, അന്ത്യനാളിൽ അത് ഖേദത്തിന് ഇടവരുത്തുന്ന കാര്യമാണ്. ബുഖാരി 13:111 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 82 ദുഷിച്ച കൂട്ടുകാരെ സൂക്ഷിക്കുക. ദുഷിച്ച കൂട്ടുകെട്ടുകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, ഭക്തന്മാരല്ലാത്ത മിത്രങ്ങൾ അന്ത്യനാളിൽ പരസ്പരം ശത്രുക്കളായിരിക്കും. അബൂ സഈദ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് മിത്രങ്ങളോടൊപ്പമല്ലാതെ അള്ളാഹു ഒരു നബിയെയും ഒരു ഖലീഫയെയും നിയോഗിച്ചിട്ടില്ല. സുഹൃതങ്ങൾ കൽപ്പിക്കുകയും അതിന് പ്രേരണ നൽകുകയും ചെയ്യുന്ന ഒരു മിത്രവും ദുർവൃത്തികൾ കൽപ്പിക്കുകയും അതിന് പ്രലോഭിക്കുകയും ചെയ്യുന്ന മറ്റൊരു മിത്രവും ഇവരിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചവരാണ് പാപരഹിതർ. ബുഖാരി 13:164-165 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭരണാധികാരികൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് സത്യസന്ധനായ ഒരു സുഹൃത്തിനെ പ്രദാനം ചെയ്യും. അവൻ വിസ്മരിച്ചാൽ ഉണർത്തുകയും അനുസ്മരിച്ചാൽ സഹായിക്കുകയും ചെയ്യുന്ന സുഹൃത്ത്. നാശമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ദുഷിച്ച കൂട്ടുകാരനെയാണ് നൽകുക. വിസ്മരിച്ചാൽ അനുസ്മരിപ്പിക്കുകയോ അനുസ്മരിച്ചാൽ സഹായിക്കുകയോ ചെയ്യാത്ത കൂട്ടുകാരൻ. അബൂ ദാവൂദ് 2932 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 83 അത്യാഗ്രഹിയെ അധികാരമേൽപ്പിക്കരുത്. അത്യാഗ്രഹിയായ ആളുകളെ അധികാരമേൽപ്പിക്കാതിരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അബൂ മുസൽ അസ്അരി റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ എൻ്റെ പിതൃപുത്രന്മാരിൽ 2 പേരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചു. അവരിൽ ഒരാൾ, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു അങ്ങയെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ചിലതിൻ്റെ മേൽനോട്ടം ഞങ്ങൾക്ക് നൽകിയാലുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു. മറ്റേയാളും ഇപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആവശ്യപ്പെട്ടു വരുന്നവരെയോ അത്യാഗ്രഹം കാണിക്കുന്നവരെയോ ഈ ജോലി നാം ഏൽപ്പിക്കുകയില്ല. ബുഖാരി 13:112 മുസ്ലിം 3:1456 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 84 സാംസ്കാരിക മൂല്യങ്ങൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോകവേ ഒരു അൻസാരി തൻ്റെ സഹോദരനെ ലജ്ജയുടെ പേരിൽ ഉപദേശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ അവനെ വിട്ടേക്കൂ, ലജ്ജ ഈമാനിൻ്റെ ഭാഗം തന്നെയാണ്. ബുഖാരി 1:69 10:433 മുസ്ലിം 36 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമ്രാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജാശീലം നന്മയല്ലാതെ നേടിത്തരില്ല. ബുഖാരി 10:433 മുസ്ലിം 37 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ ലജ്ജ തീർത്തും ഗുണകരമാണ് എന്ന് കൂടി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ 70 അല്ലെങ്കിൽ 60 പരം ശാഖകളാണ്. അതിലേറ്റവും ഉത്തമം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വചനവും ഏറ്റവും താഴ്ന്നത് വഴിയിലെ ശല്യങ്ങൾ നീക്കം ചെയ്യലുമാണ്. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ബുഖാരി 1:48 49 മുസ്ലിം 35:58 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, മണ്ഡപത്തിലിരിക്കുന്ന കന്യകയേക്കാൾ ലജ്ജാലുവായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനിഷ്ടമായത് വല്ലതും കണ്ടാൽ ആ മുഖത്ത് നിന്നത് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. ബുഖാരി 10:434 മുസ്ലിം 2320 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് ലജ്ജ ദുശ്ശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. കടപ്പാടുകളിൽ വീഴ്ച വരുത്തുന്നതിനെ അത് തടയും. ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനുഗ്രഹങ്ങളെയും വീഴ്ചകളെയും മനസ്സിലാക്കുന്നത് വഴി ഉണ്ടായിത്തീരുന്ന ഒരു മാനസികാവസ്ഥയാണ് ലജ്ജ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലജ്ജയുള്ളവരെ പഴിചാരേണ്ട ആവശ്യമില്ല. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവർ കാണുമെന്ന ഒരു തരം ലജ്ജ, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ഒരു തരം ലജ്ജ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകളിൽ നിന്ന് മോചനം നേടാൻ അത് നമ്മെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലജ്ജ എന്ന ആ ഒരു 2 അക്ഷരം അത് ഈമാനിൻ്റെ ഭാഗമാണ്. രഹസ്യം സൂക്ഷിക്കൽ. അധ്യായം 85 രഹസ്യം സൂക്ഷിക്കലിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കരാർ പാലിക്കണം. നിശ്ചയം കരാറിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇസ്രാ സൂറത്തിലെ 34-ാമത്തെ ആയത്ത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഭാര്യയുമായി ബന്ധപ്പെട്ട ശേഷം അവളുടെ രഹസ്യം പരസ്യപ്പെടുത്തുന്നവനാണ് അന്ത്യദിനത്തിൽ അല്ലാഹുവെങ്കിൽ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ളവൻ. മുസ്ലിം 1437 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൾ ഹഫ്സ വിധവയായപ്പോൾ നടന്ന ഒരു സംഭവം ഇങ്ങനെ അനുസ്മരിക്കുന്നു. ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഹഫ്സയുടെ വിവാഹകാര്യവുമായി സമീപിച്ചു. താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉമറിന്റെ മകൾ ഹഫ്സയെ വിവാഹം കഴിച്ചു തരാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉമറിന്റെ മകൾ ഹഫ്സയെ വിവാഹം ചെയ്തു തരാമെന്നറിയിച്ചു. അദ്ദേഹത്തിൽ നിന്നൊരു പ്രതികരണവും ഉണ്ടായില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് തോന്നിയതിലേറെ ദേഷ്യം അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുണ്ടായി. ദിവസങ്ങൾക്ക് ശേഷം ഹഫ്സയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹാലോചന നടത്തുകയും ഞാൻ അവളെ അവിടത്തേക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഹഫ്സയുടെ വിവാഹകാര്യം സൂചിപ്പിച്ചിട്ട് ഞാൻ പ്രതികരിക്കാത്തതിൽ താങ്കൾക്ക് എന്നോട് വെറുപ്പുണ്ടായിരിക്കാമല്ലേ? ഞാനത് സമ്മതിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹാലോചന നടത്തുന്നതായി അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അപ്പോൾ പ്രതികരിക്കാതിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം ഞാൻ പരസ്യപ്പെടുത്താറില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുമായുള്ള വിവാഹാലോചന ഉപേക്ഷിക്കുകയായിരുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കുമായിരുന്നു. ബുഖാരി 9:152-153 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടൊപ്പം ഇരിക്കവേ ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം പോലെ തന്നെയായിരുന്നു അവരുടെ നടത്തവും. അവരെ കണ്ട ഉടനെ സ്വാഗതമരുളിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ അവരെ പിടിച്ചിരുത്തി. അനന്തരം അവരോട് എന്തോ രഹസ്യം പറഞ്ഞു. അപ്പോൾ അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. അവരുടെ വിഷമം കണ്ടപ്പോൾ അവിടെ നിന്ന് പിന്നെയും എന്തോ രഹസ്യം പറഞ്ഞു. അപ്പോഴവർ ചിരിക്കുകയും ചെയ്തു. ഞങ്ങൾ പത്നിമാർ കൂടെ ഉണ്ടായിരിക്കെ നിങ്ങളോട് മാത്രം എന്താ രഹസ്യം പറഞ്ഞത്? രഹസ്യം പറഞ്ഞിട്ട് നിങ്ങൾ കരയുകയാണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയപ്പോൾ ഫാത്തിമ അവിടുന്ന് പറഞ്ഞ രഹസ്യം എന്തായിരുന്നുവെന്ന് ഞാൻ ആരായുകയും ചെയ്തു. അവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം ഞാൻ ഒരിക്കലും പരസ്യമാക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നോടുള്ള ബാധ്യത കണക്കിലെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞ ആ രഹസ്യം എന്നോട് പറഞ്ഞുകൂടെ? ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ രഹസ്യം എന്നോട് വെളിപ്പെടുത്തി. അവിടുന്ന് ആദ്യം എൻ്റെ ചെവിയിൽ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ വർഷവും 1-2 പ്രാവശ്യം തന്നെ ഖുർആൻ ഓതി കേൾപ്പിക്കാറുണ്ടെന്നും ഇപ്പോൾ 2 പ്രാവശ്യം ആവർത്തിച്ച് ഓതി തരുകയുണ്ടായെന്നും ഞാൻ മരണം അടുത്തിരിക്കുന്നുവെന്നുമാണ്. ഞാൻ തന്റെ മരണം അടുത്തിരിക്കുന്നുവെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നുമായിരുന്നു. അതിനാൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും ക്ഷമ കൈക്കൊള്ളണമെന്നും നിനക്ക് നല്ലൊരു ആതിഥേയനായി തീരും ഞാനെന്നും അവിടെ തന്നെ ഉണർത്തുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഞാൻ നിങ്ങൾ കണ്ട വിധം കരഞ്ഞുപോയി. എൻ്റെ അക്ഷമ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞ മറ്റൊരു രഹസ്യം, ഫാത്തിമ, മുഅ്മിനായ വനിതകളുടെ നേതാവാകാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ? ഈ സമുദായത്തിലെ സ്ത്രീകളുടെ നേതാവാകാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന സന്തോഷമുളവാക്കുന്ന ചോദ്യമായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ ചിരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ബുഖാരി 6:462, 8:103 മുസ്ലിം 2450 98 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം. ഞാൻ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഞങ്ങൾക്ക് സലാം പറഞ്ഞു. അനന്തരം എന്തോ ആവശ്യത്തിന് അവിടുന്ന് എന്നെ പറഞ്ഞയച്ചു. അത് കാരണം ഞാൻ വീട്ടിൽ ഉമ്മയുടെ അടുത്തെത്താൻ വൈകി. ഇത്ര വൈകാൻ കാരണം എന്തെന്ന് ഉമ്മ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യത്തിന് എന്നെ പറഞ്ഞയച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം എന്തായിരുന്നുവെന്നായി ഉമ്മ അത് രഹസ്യമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം ഒരാളോടും പറഞ്ഞു പോകരുതെന്ന് എല്ലാം ശാസിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ സാബിത്തിനോട് പറഞ്ഞു, സാബിത്തെ, ആ രഹസ്യം ആരോടെങ്കിലും പറയുമായിരുന്നെങ്കിൽ ഞാൻ എന്നോട് പറയുമായിരുന്നു. മുസ്ലിം 2482 മുസ്ലിം 1169 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
അധ്യായം 86 കരാർ പൂർത്തീകരിക്കണം. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ പ്രതിജ്ഞ നിറവേറ്റണം, നിശ്ചയം പ്രതിജ്ഞയെക്കുറിച്ച് ചോദിക്കപ്പെടും. ഇസ്രാ സൂറത്തിലെ 34-ാമത്തെ ആയത്ത്. അല്ലാഹുവിനെ മുൻനിർത്തി നിങ്ങൾ വല്ല പ്രതിജ്ഞയും ചെയ്യുന്ന പക്ഷം അത് പാലിക്കണം. നഹൽ സൂറത്തിലെ 91-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ കരാർ പാലിക്കുവീൻ. മാഇദ സൂറത്തിലെ 1-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ എന്തിനു പറയുന്നു? പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നത് അല്ലാഹുവിങ്കൽ വലിയ പാതകമാണ്. സഫ് സൂറത്തിലെ 2-3 ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ 3 1 സംസാരിച്ചാൽ കളവ് പറയും, 2 വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും, 3 വിശ്വസിച്ചാൽ ചതിക്കും. ബുഖാരി 183-ലും 84-ലും മുസ്ലിം 59-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിമിന്റെ നിവേദനത്തിൽ ഇങ്ങനെയും കൂടെ കാണാം, അവൻ നോമനുഷ്ഠിച്ചാലും നിസ്കരിച്ചാലും യഥാർത്ഥ മുസ്ലിമാണെന്ന് വാദിച്ചാലും ശരി എന്നുകൂടെ മുസ്ലിമിന്റെ നിവേദനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ ഒന്നിച്ചു വന്നാൽ അയാൾ കപടവിശ്വാസിയാണ്. ഈ 4-ൽ ഒരു സ്വഭാവമാണുള്ളതെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് വരെ അയാളിൽ കാപട്യത്തിന്റെ ഒരു സ്വഭാവം നിലനിൽക്കുന്നതാണ്. ആ 4 സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ? 1 വിശ്വസിച്ചാൽ ചതിക്കും, 2 കളവ് പറയുക, 3 കരാർ ലംഘിക്കും, 4 ശണ്ട കൂടിയാൽ ദുഷിച്ച വാക്കുകൾ പറയും. ബുഖാരി 184-ലും മുസ്ലിം 58-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ബഹ്റൈനിൽ നിന്നും ധനം ലഭിച്ചാൽ എനിക്ക് ഞാൻ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 2 കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയും ഇങ്ങനെയും ഒക്കെ തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. അവിടുന്ന് വഫാത്താകുന്നത് വരെ ബഹ്റൈനിൽ നിന്ന് ധനം ലഭിച്ചില്ല. പിന്നീട് ബഹ്റൈനിൽ നിന്നും ധനം ലഭിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും വാഗ്ദത്തമോ കടമോ നിറവേറ്റാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നുകൊള്ളുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവെന്നറിയിച്ചു. അദ്ദേഹം തൻ്റെ 2 കൈകളും ചേർത്ത് പിടിച്ച് ഒരു വാരൽ എനിക്ക് വാരിത്തന്നു. ഞാൻ അതെന്ന് നോക്കിയപ്പോൾ 500 ഉണ്ടായിരുന്നു. അതിൻ്റെ 2 ഇരട്ടിയും കൂടി എടുത്തുകൊള്ളാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ബുഖാരി 4388, മുസ്ലിം 2314 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വല്ല വാഗ്ദത്തവും ആരെങ്കിലും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന ഉത്തമ ബോധത്തോടെ ജീവിക്കുക. സഹോദരങ്ങളെ, നമ്മൾ വല്ലവരോടും വല്ല വാഗ്ദത്തവും വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാലിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് പാലിക്കാതിരുന്നാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷയുണ്ട് എന്ന ബോധം നമ്മെ എല്ലാവരെയും ഉണർത്തണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹുവിൻ്റെ തിരുദൂതരുടെ മാതൃക, അവിടുത്തെ ജീവിത രീതി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അധ്യായം 87 സൽക്കർമ്മങ്ങൾ പതിവാക്കുക. അല്ലാഹു പറഞ്ഞു, ഒരു ജനതയും സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തുന്നത് വരെ അല്ലാഹു അവരോടുള്ള നിലപാടിൽ മാറ്റം വരുത്തുകയില്ല. റഅദ് സൂറത്തിലെ 11-ാമത്തെ ആയത്ത്. നൂലുകൾ പിരിച്ചു മുറുക്കിയ ശേഷം പിരിയുടച്ച് വേർപ്പെടുത്തുന്ന ആ സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത്. നൂലുകൾ പിരിച്ചു മുറുക്കിയ ശേഷം പിരിയുടച്ച് വേർപ്പെടുത്തുന്ന ആ സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത്. നഹൽ സൂറത്തിലെ 92-ാമത്തെ ആയത്ത്. എത്ര മനോഹരമായ ഉദാഹരണമാണ് സഹോദരങ്ങളെ. ഒരു സ്ത്രീ ഒരു നൂലിങ്ങനെ പിരിച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ലാശത്യാൽ പിരിച്ചുടഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് സംഭവിക്കുക? ആ എടുത്ത അത്രത്തോളം ജോലി പാഴ്വെള്ളത്തിലായിപ്പോകും. അതുപോലെ തന്നെ നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ അധർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ വെറുതെ വേസ്റ്റായി പോയില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. പൂർവ്വവേദം നൽകപ്പെടുകയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹൃദയം മരവിച്ചു പോവുകയും ചെയ്തവരെ പോലെ അവർ ആവാതിരിക്കട്ടെ. ഹദീദ് സൂറത്തിലെ 16-ാമത്തെ ആയത്. എന്നിട്ടവർ ആ പൗരോഹിത്യത്തെ ശൂഷിക്കേണ്ട വിധം ശൂഷിച്ചതുമില്ല. ഹദീദ് സൂറത്തിലെ 27-ാമത്തെ ആയത്ത്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബ്ദുല്ലാ, കുറേ കാലം രാത്രി തഹജ്ജുദ് നിസ്കരിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്ത ആ മനുഷ്യനെ പോലെ നീ ആകരുത്. ബുഖാരി 3:31-ലും മുസ്ലിം 2:814-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
അധ്യായം 88 മുഖപ്രസന്നത പറയലും നല്ലത് പറയലും, മുഖപ്രസന്നതയും നല്ലത് പറയലും അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. അല്ലാഹു പറഞ്ഞു, മുഅ്മിനുകൾ നിന്റെ ചിറകിനെ താഴ്ത്തിക്കൊടുക്കുക, മുഅ്മിനുകൾക്ക് നിന്റെ ചിറകിനെ താഴ്ത്തിക്കൊടുക്കുക, അവരോട് സവിനയം പെരുമാറുക. ഹിജ്റി 88 ആയത്ത്. നീ കഠിനഹൃദയനും ക്രൂരനുമാവുകയാണെങ്കിൽ നിന്റെ ചുറ്റും നിന്ന ജനങ്ങൾ എഴുന്നേറ്റ് പോകുന്നതാണ്. ആല ഇമ്രാൻ 159 ആയത്ത്. അദീ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കീറ് കാരക്ക കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. അതിനും കഴിയാത്തവർ വാക്കുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ബുഖാരി 10,375, മുസ്ലിം 1016 68 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല വാക്ക് ഒരു ധർമ്മമാണ്. ബുഖാരി 692 93 മുസ്ലിം 1009 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ദർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുണ്യകർമ്മങ്ങളിൽ ഒന്നിനെയും നീ നിസാരമാക്കി തള്ളരുത്. അത് പ്രസന്നവദനത്തോടെ നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കുക എന്നതാണെങ്കിലും മുസ്ലിം 26 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 89 വ്യക്തമായി സംസാരിക്കണം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, തന്റെ സംസാരം നന്നായി ഗ്രഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വാക്കും 3 പ്രാവശ്യം ആവർത്തിക്കാറുണ്ടായിരുന്നു. അപ്രകാരം തന്നെ ജനങ്ങൾക്ക് സലാം പറയുമ്പോഴും അവിടുന്ന് 3 പ്രാവശ്യം ആവർത്തിക്കാറുണ്ടായിരുന്നു. ബുഖാരി 169 170 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ശ്രോതാക്കൾക്ക് മനസ്സിലാകും വിധം സ്പഷ്ടമായിരുന്നു. അബൂ ദാവൂദ് 4839 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുഹൃത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. നിഷിദ്ധമല്ലാത്ത സംസാരം ശ്രദ്ധാപൂർവം ശ്രവിക്കണം. പണ്ഡിതനും ഉപദേശകനും ജനങ്ങളോട് നിശബ്ദരാവാൻ ആവശ്യപ്പെടാമെന്ന് അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. ജരീർ റളിയല്ലാഹു അൻഹു നിവേദനം, ഹജ്ജത്തുൽ വദാഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് നിശബ്ദത പാലിക്കാൻ പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു. എന്നിട്ടവിടുന്ന് പറഞ്ഞു, എന്റെ ശേഷം പരസ്പരം പിരടി വെട്ടുന്ന കൈത്തറുക്കുന്ന അവിശ്വാസികളാകരുത് നിങ്ങൾ. ബുഖാരി 193 194 മുസ്ലിം 65 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉപദേശത്തിലും മിതത്വം പാലിക്കണം. അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ് അധ്യായം 91. അള്ളാഹു പറഞ്ഞു, നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് യുക്തിപൂർവം സാരോപദേശത്തിലൂടെയും പ്രബോധനം ചെയ്യുക. നഹ്ൽ സൂറത്തിലെ 125 ആയത്ത്. ഷഖീഖ് റളിയല്ലാഹു അൻഹു നിവേദനം, എല്ലാ വ്യാഴാഴ്ചയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് ഉപദേശം നൽകാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് താങ്കളെന്നും ഞങ്ങളോട് ഉപദേശിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മടുപ്പ് വരുന്നത് വെറുക്കുന്നതിനാലാണ് ഞാൻ അതിന് തയ്യാറാവാത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മടി വരുന്നത് ഒഴിവാക്കാൻ എപ്രകാരം നമ്മുടെ അവസരങ്ങൾ പരിഗണിച്ചിരുന്നുവോ അപ്രകാരം നിങ്ങളെ ഉപദേശിക്കാനുള്ള അവസരം ഞാൻ പരിഗണിക്കുന്നതാണ്. ബുഖാരി 150 മുസ്ലിം 2821 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം ജുമുഅ ദീർഘിപ്പിക്കലും ഖുത്ബ ചുരുക്കലും മതബോധത്തിന്റെ ലക്ഷണമാണ്. അതിനാൽ നിങ്ങൾ നീട്ടി നിസ്കരിക്കുക, ഖുത്ബ ചുരുക്കുകയും ചെയ്യുക. മുസ്ലിം 169 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് നിസ്കരിക്കവേ കൂട്ടത്തിൽ ഒരാൾ തുമ്മി. ഞാൻ അയാൾക്ക് വേണ്ടി യർഹമുക്കല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജനങ്ങൾ എന്നെ തുറിച്ചു നോക്കി. ഞാനപ്പോൾ, എന്തൊരു നാശം, നിങ്ങളിങ്ങനെ തുറിച്ചു നോക്കാൻ മാത്രം ഇവിടെ എന്തുണ്ടായി എന്ന് ചോദിച്ചു. അതുകൂടി കേട്ടതോടെ അവർ കൈകൊണ്ട് തുടയിൽ അടിക്കാൻ തുടങ്ങി. അവരെന്നോട് നിശബ്ദനാകാൻ ആവശ്യപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മൗനം ദീക്ഷിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം ബോധിപ്പിച്ചു. അല്ലാഹുവിൻ്റെ ദൂതരെ, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ബലിയാണ്. ഇതിനു മുമ്പ് ശേഷവും അങ്ങയേക്കാൾ നന്നായി പഠിപ്പിക്കുന്ന ഒരു ഗുരുവിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവാണ്, അങ്ങ് എന്നെ കർശനമായി തടയുകയോ പ്രഹരിക്കുകയോ ശകാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എന്നെ ഉപദേശിച്ചു, ഈ നിസ്കാരമുണ്ടല്ലോ, ഇതിൽ സംസാരിക്കാൻ പാടില്ല. അത് തസ്ബീഹും തക്ബീറും ഖുർആൻ പാരായണവും മാത്രമാണ്. ഇങ്ങനെ തന്നെയോ ഇതേ ആശയമുള്ള മറ്റു വാക്കുകളോ ആണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ ജാഹിലിയത്തിൽ നിന്ന് വന്ന ഒരു നവാഗതനാണ്. അള്ളാഹു ഇസ്ലാം കൊണ്ടുവന്നു. ഞങ്ങൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരുണ്ട്, അത് പറ്റുമോ?
നീ അവരെ സമീപിക്കരുത് എന്നവിടുന്ന് എന്നെ വിലക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങളിൽ ലക്ഷണം നോക്കുന്നവരുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ മനസ്സിൽ തോന്നുന്ന ചില ഭാവനകളാണത്, അവരെ ഉദ്ദേശങ്ങളിൽ നിന്ന് തടയാതിരിക്കട്ടെ. മുസ്ലിം 537 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇർബാദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സാരസമ്പൂർണമായ ഉപദേശം നൽകി. അത് കേട്ട് ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് അശ്രുകണങ്ങൾ പൊഴിയുകയും ഹൃദയങ്ങൾ കിടിലം കൊള്ളുകയും ചെയ്തു. അബൂദാവൂദ് 4607 തിർമിദി 2678 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗാംഭീര്യവും ശാന്തതയും. അധ്യായം 92. അല്ലാഹു പറഞ്ഞു, ഭൂമിയിലൂടെ വിനയപൂർവ്വം നടക്കുന്നവരും അവിവേകികൾ അഥവാ ചീത്ത വാക്കുകൾ കൊണ്ട് അഭിമുഖീകരിച്ചാൽ ശാന്തിയുടെ വചനങ്ങൾ പറയുന്നവരുമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ. വിവരമില്ലാത്തവര് ചീത്ത വാക്കുകൾ കൊണ്ട് ഈ വിനയപൂർവ്വം നടക്കുന്നവരെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ ശാന്തിയുടെ വചനങ്ങൾ പറയുന്നവരുമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ. ഫുർഖാൻ സൂറത്തിൽ 63-ാമത്തെ ആയത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, അന്നാക്ക് വ്യക്തമാകും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിച്ചത് ഞാൻ കണ്ടിട്ടേയില്ല. തങ്ങൾ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ബുഖാരി 10-421 മുസ്ലിം 899-16 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് പൊട്ടിച്ചിരികളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കുറഞ്ഞ പക്ഷം പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം അഭിമുഖീകരിക്കുക. പൊട്ടിച്ചിരികളൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നു. അധ്യായം 93. നിസ്കരിക്കാനും പഠിക്കാനും പോകുമ്പോൾ അടക്കവും ഒതുക്കവും വേണമെന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീനീയ ചിഹ്നങ്ങൾ ആരെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ അത് മനസ്സുകൾ ഭക്തി നിർഭരമായതിനാലാണ്. ഹജ്ജ് സൂറത്തിലെ 32-ാമത്തെ ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാര സ്ഥലത്തേക്ക് നിങ്ങൾ ഓടിച്ചെല്ലരുത്. സാവധാനം നടന്നു ചെന്നാൽ മതി. നിങ്ങൾ ശാന്തത കൈക്കൊള്ളണം. ജമാഅത്തിൽ നിന്ന് കിട്ടുന്നത് നിസ്കരിക്കുക, നഷ്ടമായത് പൂർത്തീകരിക്കുക. ബുഖാരി 297, 98, 325, മുസ്ലിം 602, 152 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിമിന്റെ നിവേദനത്തിൽ നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫലത്ത് നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് കൂടിയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, അറഫാ ദിനത്തിൽ മുസ്ദലിഫയിലേക്ക് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു. വഴിമധ്യേ പിന്നിൽ നിന്ന് ഒട്ടകപ്പുറത്ത് ശക്തിയായി അടിക്കുകയും തെളിക്കുകയും ചെയ്യുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവിടുന്ന് തന്റെ ചാട്ടവാർ അവരുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അടക്കവും ഒതുക്കവുമുള്ളവരാകണം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ധൃതി കൂട്ടിക്കൊണ്ടല്ല. ബുഖാരി 3-417, മുസ്ലിം 1282 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 94. അതിഥിയോട് ആദരവ്. അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മാന്യ അതിഥികൾ എത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാന്യ അതിഥികൾ എത്തിയപ്പോഴുള്ള വിവരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അവർ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം അവർക്കും സലാം പറഞ്ഞു. ഇവർ അപരിചിതരാണല്ലോ എന്ന് ആത്മഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു തടിച്ചു കൊയ്ത്ത പശുക്കുട്ടിയെ വേവിച്ചു കൊണ്ടുവന്നു. അതവരുടെ മുന്നിൽ വെച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? ദാരിയാത്ത് സൂറത്ത് 24 മുതൽ 27 വരെയുള്ള ആയത്തുകൾ ഇത് വിശദീകരിക്കുന്നു. അതിഥികളെ മാന്യമായി സൽക്കരിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ഇബ്രാഹിം നബിയുടെ ചര്യ കൂടിയാണെന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് അതിഥികളെ മാന്യമായി സൽക്കരിക്കുക. ലൂത്ത് നബിയുടെ ജനത തങ്ങളുടെ ദുരുദ്ദേശങ്ങൾ നിറവേറ്റാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവർ മുമ്പേ തന്നെ നീചകൃത്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, എൻ്റെ പെൺമക്കൾ ഇതാ ഇവിടെയുണ്ട്. അവരാണ് നിങ്ങൾക്കുത്തമം. അവരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. അതിഥികളെ ശല്യപ്പെടുത്താതിരിക്കുക. നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കുവീൻ. അതിഥികളുടെ സാന്നിധ്യത്തിൽ എന്നെ നിങ്ങൾ വഷളാക്കരുത്. നിങ്ങളിൽ കാര്യബോധമുള്ള ഒരാളുമില്ലേ? ഊദ് സൂറത്തിലെ 78-ാമത്തെ ആയത്ത്. ഇത് വളരെ വലിയ ഒരു ചരിത്രമാണ്. നമുക്കറിയാം, ലൂത്ത് നബിയുടെ ജനതകളെ
സ്വവർഗ സംഭോഗക്കാരായിരുന്നു. അവരുടെ ജനത, അവരുടെ ദുഷിച്ച ആളുകൾ സ്വവർഗ സംഭോഗം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ലൂത്തിന് അവരെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയുടെ അടുത്തേക്ക് 2 മലക്കുകളെ ആൺകുട്ടികളുടെ വേഷത്തിൽ അയക്കുകയായിരുന്നു. അവരാണ് അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് ലൂത്ത് നബിയുടെ അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് ചെന്നത്. അവരെ ഭോഗിക്കാൻ വേണ്ടി അവരിലെ ദുഷിച്ച ആളുകൾ ചെന്ന സമയത്ത് ആണ് ലൂത്ത് നബി അലൈഹിസ്സലാം ഇവർ പറഞ്ഞത്, എൻ്റെ പെൺമക്കളിതാ, അവരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക, എൻ്റെ അതിഥിയായി വന്നവരെ നിങ്ങൾ അപമാനിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിഥികളോടുള്ള ബാധ്യത നിറവേറ്റിയത് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമാണ്. എൻ്റെ അതിഥികളുടെ സാന്നിധ്യത്തിൽ എന്നെ നിങ്ങൾ വഷളാക്കരുത് എന്ന് അവിടുന്ന് ആ ജനതയോട് ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ മാനിച്ചു കൊള്ളട്ടെ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ കുടുംബബന്ധം പുലർത്തട്ടെ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യട്ടെ. ബുഖാരി 10:373 442, മുസ്ലിം 47 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹുവൈലിദ് റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അതിഥിയുടെ ജായിസത്തിനെ മാനിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, അതിഥിയുടെ ജായിസത്ത് എന്താണ്? അതിഥിയുടെ ആഗമന ദിവസത്തെ രാപ്പകലുകൾ എന്നായിരുന്നു. അതിഥിയുടെ ആ ദിവസത്തെ രാപ്പകലുകൾ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ദിയാഫ ആദ്യത്തെ 3 ദിവസമാണ്, അതിനുശേഷമുള്ളത് സദഖയാണ്. ബുഖാരി 10:441, മുസ്ലിം 3:1352 14-15 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം നിവേദനം, മുസ്ലിം സഹോദരൻ കുറ്റത്തിലകപ്പെടുവോളം അവൻ്റെ അതിഥിയായി താമസിക്കുന്നത് ഒരു മുസ്ലിമിനും അനുവദനീയമല്ല. സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് മുസ്ലിം സഹോദരൻ കുറ്റത്തിലകപ്പെടുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽക്കരിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിട്ടും അതിഥി അയാളുടെ അടുത്ത് താമസിക്കലാണത്. അതുകൊണ്ട് സഹോദരന്മാരെ ചിന്തിക്കുക, നമ്മൾ അതിഥിയായിട്ടും ആതിഥേയനായിട്ടും ഉള്ള നമ്മുടെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിടത്ത് അതിഥിയായി കയറി ചെല്ലുമ്പോഴും അവിടുത്തെ ആതിഥേയനായിരിക്കുന്ന ആളുകളും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് അതിഥികളും ആതിഥേയരുമുള്ള ബാധ്യതകളൊക്കെ നമ്മൾ നിറവേറ്റി പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു തിരുമാർഗം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതിഥികളെ സൽക്കരിക്കുക അത് വളരെ പുണ്യമുള്ള കാര്യമായിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും നമുക്ക് പുനരാരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള അവസരം നൽകുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദീനീ പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ മികച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പാപിയായ എന്നെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.